അവസ്ഥ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല കയറി എവിടിക്കാടാ അറിയാൻ വയ്യാണ്ട് ചോദിക്കുക. എല്ലാവരും കാര്യമായിട്ട് കയറി വരുന്നുണ്ടല്ലോ. 3 അവിടെ കൂടെ പോകുന്നുണ്ട്, 2 അത് എൻ്റെ വണ്ടിയുടെ അടിക്ക് വരുന്നു. എൻ്റെ സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടോ? നടക്കില്ല മക്കളെ. കഞ്ഞിയിൽ പാറ്റിടാൻ വെച്ചിട്ടുണ്ട് വന്നോളൂ. പറയൂ. ഓ ഇങ്ങട്ടാ അറിയാൻ വയ്യാണ്ട് ചോദിക്കടാ. ഇത് നടു റോഡാണ്, നിങ്ങളത് ഒരു ഉത്തരവാദിത്തമല്ലാട്ടോ. ഈ നടു റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കണം. ഞാൻ വെച്ചുതരാം, നിങ്ങൾ ഇങ്ങോട്ട് പിടിക്കുക. ഇവിടെ ആരും ഇല്ല, അപ്പുറത്തെ റോട്ടിൽ പോകാനാണ്. അപ്പുറത്തേക്കിടാം. പിന്നെ അപ്പുറത്തെ റോട്ടിക്ക് ഞാനാക്കേണ്ട അവസ്ഥയാണല്ലോ. ഇപ്പോൾ വരാട്ടാ, വെയിറ്റ് ചെയ്യേ പോണവർക്ക്. ഹായ്, ഹൗ ആർ യു? അപ്പുറത്തേക്ക് ആക്കിയരാ. ഈ 3 ഇവിടെ കിടക്കും. അപ്പുറത്തേക്ക് ഇനിയുണ്ടോ അവിടെ നിങ്ങൾ? ഹൗ ആർ യു? അത് ചെളി തെറിപ്പിക്കില്ലേ രാവിലെ തന്നെ. പോണവർക്ക് ഞാൻ എന്നും വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ പണി 24 മണിക്കൂറും പോകും. ഇവിടെ ഇത് പണ്ടേ ഏതൊക്കെ കൊക്ക് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഒരു നടുക്കിലൊരു പാണ്ട് പോലെ വെറൈറ്റി ഐറ്റം. ബൈ ബൈ ചേട്ടാ, കഴിഞ്ഞില്ലല്ലോ, ഞാൻ പോവാട്ടാ. ഈ തോട്ടിൽ നിന്ന് കയറി വന്നിട്ട് വെള്ളം നിറഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ തന്നെ കാണണേ. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടാൽ മാക്സിമം മീനുകളൊക്കെ ഒന്ന് വെള്ളത്തേക്ക് എടുത്തില്ല. കാരണം ഇപ്പോൾ ഈ പ്രസവിക്കുന്ന ടൈമായ കാരണം മീനുകളൊക്കെ പെറ്റ് വരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ തോട്ടിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചട്ടിയിലിട്ട് വറക്കാതെ ഇടയ്ക്കൊക്കെ വിട്ടയച്ചാൽ നമുക്ക് അടുത്ത സീസണിലേക്കും കുറച്ച് മീനുകളൊക്കെ. ഓക്കെ ബൈ.